ശ്രീമതി ടി പി സിന്ധുമോൾ കൂടി. ശ്രീമതി ടി പി സിന്ധുമോൾ, ഇപ്പോൾ സിബി സത്യൻ ഇവിടെ വിശേഷിപ്പിച്ചത് ആലിംഗന നയതന്ത്രം, അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് എന്നാണ്. അത് ഒരു വിമർശനമായിട്ടാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടെ വിമർശനങ്ങൾ അദ്ദേഹം വന്ന കാലം മുതൽക്കുണ്ട്. പ്രധാനമന്ത്രിയായ സമയത്തല്ല, അതിനു മുമ്പ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തൊട്ട് വിമർശനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ ആ വിമർശനങ്ങൾക്കൊപ്പം അതിൻ്റെ 100 ഇരട്ടി വേഗതയിൽ വികസനം രാജ്യത്തെത്തിക്കുക എന്നുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്ര തന്ത്രജ്ഞനാണ്. ഞാൻ എല്ലാ വിയോജിപ്പും ശ്രീ സിബി സത്യനോട്, അദ്ദേഹത്തോട് എല്ലാ വിയോജിപ്പും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ കേട്ടു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അദ്ദേഹം സ്വയം പ്രദർശിപ്പിച്ചുണ്ടാക്കിയതല്ല, നിങ്ങൾ കൊടുക്കുന്ന നരേറ്റീവാണത്. ഈ രാജ്യത്തിന് അദ്ദേഹം ആവശ്യമായി വന്നു എന്ന് ഈ രാജ്യം തന്നെ പതുക്കെ പതുക്കെ തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മൂന്നാമതും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയിരിക്കുന്നത്, ഇന്നും ഭരണം തുടരുന്നത്. മറ്റൊന്നിന്ന് ആഗോള രാഷ്ട്രീയ വ്യവസ്ഥിതി അല്ലെങ്കിൽ ആഗോള വ്യവസ്ഥിതിയിലേക്ക് നോക്കിയാൽ ഇന്ന് ഇന്ത്യ അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇത് പലരെയും ഇന്ത്യക്കുള്ളിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 75 വയസ്സ് പരാമർശം പറഞ്ഞു. മോഹൻജി ഭാഗവത് പറഞ്ഞത് എന്താണ്? അദ്ദേഹം 75 വയസ്സിൽ പുറത്തേക്ക് പോകണം എന്നല്ല പറഞ്ഞത്. അത് സ്വന്തമായി വ്യക്തിപരമായി തീരുമാനമെടുക്കാനായിട്ട് വേണമെങ്കിൽ പറ്റുമെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തത പിന്നീട് വരുത്തിയിരുന്നു. അതാരും പറഞ്ഞു കേട്ടില്ല. ഇപ്പോൾ 75 വയസ്സാകാൻ പോകുന്നു നരേന്ദ്രമോദിജിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. അതുകൊണ്ട് സംഘത്തിൻ്റെ സർസംഘചാലക് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇനി അവിടെ നിന്ന് ഒഴിയണം എന്നൊക്കെയുള്ള നരേറ്റീവ് ഉണ്ടാക്കിയത് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികളാണ്, അല്ലെങ്കിൽ അത്തരം സ്ഥാപിത താല്പര്യക്കാരാണ്. ഇവിടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോ സംഘത്തെ സംബന്ധിച്ചോ RSSനെ സംബന്ധിച്ചോ അങ്ങനെ ഒരു ചർച്ചയും ഒരു തീരുമാനവും ഒരിടത്തും എടുത്തിട്ടിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് 11 വർഷം മുമ്പ് ഗോവ ദേശീയ നിർവാഹക സമിതിയിൽ എടുത്ത ആ തീരുമാനത്തെ കുറിച്ചാണ്, അതിലേക്കാണ് പോകുന്നത്. അതെ, ആ അഭിപ്രായത്തെ എന്താണ് പറഞ്ഞത്, ക്രോഡീകരിച്ചുകൊണ്ട് സംഘത്തിൻ്റെ സർസംഘചാലക് നടത്തിയ ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിൽ ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു. അല്ല, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ മാർഗദർശക് മണ്ഡലിലേക്ക് പലർക്കും മാറിപ്പോകേണ്ടി വന്നത്, അദ്വാനിയെ പോലെയുള്ളവർക്ക്. അങ്ങനെയല്ല, അങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹം ഒരിക്കലും പരസ്യമായിട്ട് മുന്നോട്ട്, അങ്ങനെ ഒരു വ്യക്തിക്ക് BJP പോലെയുള്ള ഒരു കേഡർ സംവിധാനത്തിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു കാര്യം തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, സമ്മതിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇവിടുത്തെ 140 കോടി ജനങ്ങളെ നോക്കിക്കാണേണ്ട ആളാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നാൽ അദ്ദേഹം ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ ടീം, ദേശീയ കോർ ടീമിലെ അംഗമാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് മാത്രം ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു നയമോ പിന്തുടർച്ചയോ ഒന്നും BJPക്കോ RSSനോ ഇന്നേ വരെയില്ല. പിന്നെ ഇവിടെ മോദി പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. ആർക്കാ അതിൽ സംശയം? മോദി ഗ്യാരണ്ടി അദ്ദേഹം പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ആർക്കാ അതിൽ സംശയം? മോദി പ്രഭാവം വരുമ്പോഴും മോദി ഗ്യാരണ്ടി അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ പുറകിൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ അവരുടെ വളരെ അചഞ്ചലമായിട്ടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതും. ഇന്നിപ്പോൾ ഇവിടെ നോക്കൂ, G20 ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ പാരീസ് ഉച്ചകോടിയിൽ അദ്ദേഹം സംസാരിച്ചത്, ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചത് ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ നിന്നല്ല, ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് ഉടൻ എത്തിച്ചേരും, അതാണ് ആത്മനിർഭരത എന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇതാ ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങിയിരിക്കുന്നു, ഹർ ഹർ സ്വദേശി, ഹർ ഹർ സ്വദേശി, എല്ലാ വീട്ടിലും സ്വദേശി, എല്ലായിടത്തും സ്വദേശി എന്നുള്ള മുദ്രാവാക്യവും അദ്ദേഹം അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്തിനാണ്? ഇന്ത്യയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇന്ന് മറ്റു രാജ്യങ്ങളൊക്കെ ഓരോ തലത്തിലും സ്വദേശീവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പരിശോധിക്കൂ, യൂറോപ്യൻ രാജ്യങ്ങൾ പലതും, അതുപോലെ തന്നെ മറ്റ് വൻകിട രാജ്യങ്ങളൊക്കെ അവരൊരു സ്വദേശീവൽക്കരണത്തിൻ്റെ അവരുടേതായ പാതയിൽ പോവുകയാണ്. അവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര ഉച്ചസ്ഥായിയിൽ ഹർ ഹർ സ്വദേശി എന്ന് പറയാൻ ഒരു ഇച്ഛാശക്തി കാണിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അതിൻ്റെ പുറകിലുണ്ട്. കാരണം
ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോവുകയാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇവിടെ അദ്ദേഹം 75 വയസ്സിൽ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകണമെന്ന് പറയുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കുൾപ്പെടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ആരോഗ്യവാനാണ്, അദ്ദേഹത്തിന് ചിന്താശക്തിക്ക് ഒരു കുഴപ്പവുമില്ല, അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു രാജ്യം ഏറ്റുമുട്ടാൻ വന്നപ്പോൾ ഏതു രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ മറന്നിട്ടില്ലല്ലോ. തൊട്ടടുത്ത് സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മറുപടി കൊടുത്തത്? അതിന് ഇവിടുത്തെ അമേരിക്കയെ പോലെയുള്ള വലിയ രാജ്യങ്ങൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ? നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിക്കല്ലേ അത് സാധിക്കൂ. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ഉടമ്പടിയിൽ, ചൈനയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇവിടെ ആരെന്ത് നീരസം കാണിച്ചാലും അതൊന്നും തെല്ലും വകവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ ഇവിടെ പറഞ്ഞു. നെഹ്റുവിയൻ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു. ഇതുപോലെ ചങ്കുറപ്പോടെ നിന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടോ? ഉണ്ട്. ഇന്ദിരാഗാന്ധി എന്തിനാ ചങ്കുറപ്പ് കാണിച്ചത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ അല്ലേ? ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാക്കൊല ചെയ്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ ഇന്ദിരാഗാന്ധി വളരെയധികം ചങ്കുറപ്പ് കാണിച്ചു. നെഹ്റുവിയൻ സിദ്ധാന്തങ്ങൾ പരിശോധിച്ചാൽ നെഹ്റു ഏതെങ്കിലും സമയത്ത് ഈവൻ ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ പോലും കേട്ടിട്ടുണ്ട്, നന്നായിട്ടറിയാം. ഞാൻ പറയട്ടെ, ബംഗ്ലാദേശുമുണ്ട്, ജമ്മു കാശ്മീരുമുണ്ട്, ഒക്കെയുണ്ട് ഇവിടെ. ജമ്മു കാശ്മീരിനെ കുറിച്ച് ഇത്രയധികം ഭരണാധികാരികൾ വന്നിട്ടും ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ന് ഇന്ത്യ വികസനത്തിന്റെ കാര്യത്തിൽ എങ്ങോട്ടാ മുന്നോട്ട് പോകുന്നത്? എവിടെ എത്തി നിൽക്കുന്നു? പരിശോധിക്കൂ. കണക്കുകളുണ്ടോ? ശ്രീ സേനാപതി വേണുവിന്റെ കയ്യിൽ കണക്കുകളുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തരാം. സിബി സത്യന്റെ കയ്യിൽ കണക്കുകളില്ലെങ്കിൽ തരാം. ഇന്ത്യ വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ 60% ഫണ്ട് വീടുകൾ, ലൈഫ് മിഷൻ ആവട്ടെ, പ്രധാനമന്ത്രി നഗര പദ്ധതി ആവട്ടെ, ഗ്രാമപദ്ധതി ആവട്ടെ, വീടുകൾ വെക്കുന്നതിൽ 60% നൽകിയത് കേന്ദ്ര സർക്കാർ. എത്ര ലക്ഷം വീടുകൾ ഇവിടെ പണി തീർത്തുവെന്ന് നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക, കണക്ക് കാണുക. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കോടിക്കണക്കിന് വീടുകൾ ലൈഫ് പദ്ധതിയിൽ അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞു. സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും, ഇവിടെ സേനാപതി വേണുവിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ കക്കൂസ് കഴുകാനാണോ അല്ലെങ്കിൽ ഇവിടെ തെരുവോരം തൂത്തുവാരാനാണോ, ഇതാണോ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇവിടെ കക്കൂസ് കഴുകണമെന്നും ഇവിടെ സ്വച്ഛ ഭാരത് വേണമെന്നും ആദ്യം പറഞ്ഞത്, ഇവിടെ പബ്ലിക്കിനെ നോക്കി പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധിയാണ് അല്ലേ? അദ്ദേഹമാണ് ഒരു ശിബിരത്തിൽ വെച്ച് അവിടുത്തെ വൃത്തികേടുകൾ കണ്ട ആദ്യം പറഞ്ഞത് ഇവിടെ സ്വച്ഛ ഭാരത് ഉണ്ടാവണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ശരി, ശ്രീമതി ടി പി സിന്ധുമോൾ, ഇപ്പോൾ ഏഷ്യ കപ്പിൽ ഒരു അപ്ഡേറ്റ്